കനത്ത മഴയിൽ മുങ്ങിയ പട്ടാമ്പിപ്പാലം നാളെ തുറക്കും. യാത്രകൾക്ക് നിബന്ധന. കനത്ത മഴയിൽ വെള്ളം മുങ്ങിപ്പോയ പട്ടാമ്പിപ്പാലം നാളെ മുതൽ തുറന്നുകൊടുക്കും. നിബന്ധനകൾക്ക് വിധേയമായി വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഒരു സമയം ഒരു ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടണമെന്നും പാലത്തിന് മുകളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ പട്ടാമ്പിപ്പാലം മുങ്ങിപ്പോയിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോഴും പാലത്തിന്റെ കൈവരികൾ ഒഴുകിപ്പോയതിനാൽ വാഹന ഗതാഗതം നിർത്തലാക്കിയിരുന്നു. നിലവിൽ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നില്ലെങ്കിലും കാൽനടയായി സഞ്ചരിക്കാൻ കഴിയും. വയനാട് ദുരന്തം. സൌദി രാജാവ് സൽമാനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും അനുശോചിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവരെ അനുശോചിച്ച് സൌദി രാജാവ് സൽമാനും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഇരുവരും അനുശോചന സന്ദേശം അയച്ചു. വയനാട് ദുരന്തത്തിൽ നിരവധി ആളുകൾ മരിച്ചതായും പലർക്കും പരിക്കേറ്റതായും അനവധി ആളുകളെ കാണാതായതായും സംബന്ധിച്ചുള്ള വാർത്തകൾ അറിഞ്ഞതായും ഇരുവരും അനുശോചന സന്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാണാതായവർ സുരക്ഷിതരായി അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഞങ്ങളുടെ അഗാധമായ അനുശോചനവും ആത്മാർത്ഥമായ ദുഃഖവും പങ്കുവയ്ക്കുന്നതായും അനുശോചനക്കുറിപ്പിൽ ഇരുവരും വ്യക്തമാക്കി. വയനാട്ടിൽ അനാഥരാക്കപ്പെട്ട കുട്ടികളുടെ ദത്തെടുക്കൽ. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെന്ന് മന്ത്രി. വയനാട് ദുരന്തത്തിനിരയായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികളെ നൽകുന്നുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ IAS ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. ഡൽഹി മദ്യനയ കേസ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി തള്ളി. അറസ്റ്റ് നിയമപരമെന്നും കോടതി. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. CBI അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാനും കോടതി കെജ്രിവാളിന് നിർദ്ദേശം നൽകി. മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ കെജ്രിവാളാണെന്ന വാദം ഉന്നയിച്ചായിരുന്നു അന്വേഷണ ഏജൻസിയായ CBI അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയെ എതിർത്തത്. ജാമ്യം ലഭിച്ചാൽ കെജ്രിവാൾ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് CBIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ജോലിക്കെത്തിയ യുവാവിനെ ആലപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹത. 5 ദിവസം മുമ്പ് ജോലിക്കെത്തിയ യുവാവിനെ ആലപ്പുഴ ഇഷ്ടിക കമ്പനിക്കടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളികുന്നം കാമ്പിശ്ശേരി തെക്കേത്തലയ്ക്കൽ MS ഇഷ്ടിക കമ്പനിക്ക് സമീപം ബംഗാൾ സ്വദേശിയായ സമയ ഹസ്ദയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. ഒപ്പം ജോലി ചെയ്യുന്ന ബംഗാൾ സ്വദേശികളായ സനത്, പ്രേം എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. വള്ളികുന്നം SHO O ബിനുകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. 5 ദിവസം മുമ്പ് ഇവിടെ ജോലിക്കെത്തിയതാണ് സമയ. ആലപ്പുഴയിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരടക്കം സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പോലീസുകാരെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. തൃക്കുന്നപ്പുഴ ബിവറേജസിന് മുൻവശം വഴക്കുണ്ടായതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സ്റ്റേഷൻ ജീപ്പിൽ വെച്ച് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. ഗ്രേഡ് SI സനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണുദാസ്, വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് സ്റ്റേഷൻ ജീപ്പിൽ വെച്ച് സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണുവിനെയും വിഷ്ണുദാസിനെയും പ്രതികൾ ആക്രമിച്ചത്. തൃക്കുന്നപ്പുഴ പനച്ചിപ്പറമ്പിൽ ഹുസൈൻ, തൃക്കുന്നപ്പുഴ പാനൂർ തയ്യൽ കിഴക്കതിൽ നിസാർ എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത്. പ്രതികൾക്കെതിരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി. ജപ്തി ഭീഷണി. ദമ്പതികൾ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങി ജപ്തി ഭീഷണി വന്നതോടെ വയോധിക ദമ്പതികൾ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു. വെള്ളറട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കിളിയൂർ പനയത്ത് പുത്തൻ വീട്ടിൽ ജോസഫ്, ഭാര്യ ലളിതാബായി എന്നിവരാണ് ജീവനൊടുക്കിയത്. ഇവർ വീട് നിർമ്മാണത്തിനെടുത്ത ലോണിന്റെ തിരിച്ചടവ് മകനെ ഹൃദ്രോഗം ബാധിച്ചതോടെ മുടങ്ങിയിരുന്നു. പിന്നാലെയാണ് ഇരുവരും ആത്മഹത്യ ചെയ്തത്. റബ്ബർ പുരയിടത്തിൽ ആസിഡ് കുടിച്ച് മരണപ്പെട്ട നിലയിലാണ് ദമ്പതികളെ കണ്ടത്. റബ്ബർ പുരയിടത്തിൽ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹങ്ങൾ കണ്ടത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ചോളമൻ ഫിനാൻസിൽ നിന്ന് 9 ലക്ഷം രൂപയാണ് ദമ്പതികൾ വായ്പ എടുത്തത്. കൃത്യമായി തിരിച്ചടയ്ക്കുന്നതിനിടെയാണ് ഇളയ മകൻ സതീഷ് ഹൃദ്രോഗബാധിതനായത്. ഇതോടെ വായ്പ തിരിച്ചടവ് മുടങ്ങി. ബാങ്കുകാർ ജപ്തി നോട്ടീസ് നൽകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ ഇവർ ആശങ്കയിലായിരുന്നു.
തുടർന്ന് ഇവർ സമീപത്തെ റബ്ബർ പുരയിടത്തിലെത്തി ആസിഡ് കഴിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ശേഷിച്ച ആസിഡും 2 ഗ്ലാസും പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് 3 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കൂടാതെ കഴിഞ്ഞ മാസം 23-ന് മരിച്ച യുവാവിനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ 4 പേർക്കാണ് തിരുവനന്തപുരത്ത് ആകെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ ആയ വെള്ളം ഉപയോഗിക്കുന്നവർ മുൻകരുതലെടുക്കണം. കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളത്തിൽ കുളിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി ബംഗളൂരുവിൽ മരിച്ചു. ബംഗളൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിന് മുകളിൽ നിന്ന് വീണ് മരിച്ചു. ബംഗളൂരു ധന്വന്തരി കോളേജിലെ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയും പുതുക്കോട് കീഴത്താളിക്കോട് ഗംഗാധരന്റെ മകളുമായ അതുല്യ ഗംഗാധരനാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. സുഹൃത്തുക്കളുമായാണ് അതുല്യ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നത്. ബംഗളൂരു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും. കോഴിക്കോട് ഇരുനില വീട് ഇടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. കോഴിക്കോട് ഒളവണ്ണയിൽ വീട് ഇടിഞ്ഞ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു. ചേറോട്ടുപറമ്പ് മിടിങ്ങലൊടിനിലം സക്കീറിന്റെ വീടാണ് തകർന്നത്. തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. വീട്ടിലുണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. വലിയ ശബ്ദത്തോടെ വീട് ഇടിഞ്ഞു താഴുകയായിരുന്നു. വീടിന്റെ താഴത്തെ നില പൂർണ്ണമായും ഭൂമിക്കടിയിലായി. പ്രദേശം നേരത്തെ ചതുപ്പുനിലമായിരുന്നു.